ഹായ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. പ്രിയമുള്ളവർ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനം തക്കാളി, ഉരുളക്കിഴങ്ങ്, മത്തൻ, വഴുതനങ്ങ, കുമ്പളങ്ങ, പുടലങ്ങ, വഴുതനങ്ങ, കാരറ്റ്, ചേമ്പ് 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 വെണ്ടക്ക, അവരക്ക, പച്ചമുളക്, കപ്പക്കായ. ഇത് നമ്മൾ ഇടൂല കേട്ടോ, കപ്പ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് ഒരു കിടിലം ഇത് നമ്മളെ ഓ ഇതിന് പറയുക കാബേജ് എന്നാട്ടോ. ഇങ്ങനെ പച്ചന്നാണ് അതുകൊണ്ട്. അപ്പോൾ ഇത്രയും സാധനം വെച്ച് കിടിലൻ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ബീൻസൊക്കെ നേരത്തെ കേക്ക് വെച്ചാണ്. അപ്പോൾ ഇനി കോട്ടം വന്ന് ഞാൻ പോയി. ഇപ്പം ഞാനത് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സാമ്പാറിനൊന്നും ചെറുതാക്കൂല, അങ്ങനെ രണ്ട് പൊട്ടാക്കും. അപ്പോൾ ഇത്യാദി പരിപാടിയാണ് നമ്മളടുത്ത് നടക്കാൻ പോണത്. ഒരു കിടിലമായിട്ട് സാമ്പാറായിട്ട് നമ്മൾ വരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ച് സഹായിക്കുക, സഹകരിക്കുക, ഹൈപ്പ് ചെയ്യുക. ഇതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബീൻസ്, 1/4 കിലോ ബീൻസ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വലുതാക്കി ഇടുക. പിന്നെ പ്രത്യേകിച്ചൊരു സാധനം ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞില്ല കേട്ടോ. നമ്മളെ മരത്തുമെന്ന് പറിച്ച മുരിങ്ങക്കോലും ഉണ്ട് കേട്ടോ. 2 കോലോ 3 കോലോ 4 കോലോ എത്ര കോല് വേണമെങ്കിലും ഇടാം. ഞാൻ ചിലപ്പോൾ 2 കോലോ ഇടുള്ളൂ. ഇഷ്ടംമാതിരി ഉണ്ട്, പക്ഷേ നമ്മൾ 1 കോലോ 2 കോലോ ഇടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ ബീൻസ് നന്നാക്കൽ കഴിഞ്ഞു കേട്ടോ. 1/4 കിലോ ബീൻസ് 2 പൊട്ടാക്കാണ്. വലിയ വലുതാണ് ഇതണ്ട, അങ്ങനെ കിടക്കുക. അപ്പോൾ ബീൻസിൻ്റെ ശേഷം ഞാൻ വെട്ടാൻ പോകുന്നത് മത്തനാണ് കേട്ടോ. ഗറ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഒരു ചെറിയ പൊട്ട് മത്തൻ. അതിങ്ങനെ തോല് കളഞ്ഞതിൻ്റെ ശേഷം നമ്മളെല്ലാവരും ഇങ്ങനെ കേട്ടോ, ഒറ്റ പാവപ്പെട്ട പ്രവാസികളൊക്കെ വളരെ കഷ്ടത്തിലാണ്. ഞാനൊക്കെ സാമ്പാറൊന്നും ഇല്ലെങ്കിൽ കട്ടൻ ചായയിലാണ് ഉബൂസ് അടിക്കൽ കേട്ടോ. പ്രിയമുള്ളവരെ, എപ്പോഴും ഇത് നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഒരു 5 റിയാലിൻ്റെ കൂട്ട് വാങ്ങിയതാണ് കേട്ടോ. സാമ്പാർ കൂട്ട് എന്നാണ് ഇതിന് പറയുക. ചില സ്ഥലത്ത് 5 റിയാലിന് കിട്ടും, 2 റിയാലിന് കിട്ടും. അപ്പോൾ ഇതാണ് മത്തൻ കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ കണ്ടിക്കണം. ഇങ്ങനെ കണ്ടിക്കുന്നത് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കുമ്പള, ഇതിനെന്താ പറയുക, പേരുണ്ടാവും ചിലപ്പോൾ. അതിൻ്റെ തോട് നമുക്കറിയാം. തോലൊക്കെ കുറച്ച് കട്ടിയിലാണ് ഞാൻ കളയൽ. അതിൻ്റെ മേലുള്ള കുറച്ചൊന്നുമല്ല, കുറച്ച് കട്ടിയിൽ വേഗം ആകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളോട് വീണ്ടും സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്, ഹൈക്ക് കേടാ, കണ്ടില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് മതിയാണ്. അപ്പോൾ എല്ലാം കൂടിയിട്ടൊരു മുഷക്കൽ പരിപാടി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇങ്ങനെയാണ് പരിപാടി കേടാ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വലിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്താൽ അത് കഴിക്കാനൊരു സുഖമാണ്. അതാ, ഈ വാങ്ങിയ സാധനം ഞാൻ 2 വട്ടമൊക്കെ വെക്കും കേട്ടോ. ചിലപ്പോൾ നമ്മൾ ചെറിയൊരു കുക്കറിലിട്ടാണ് വേവിക്കണം. അതൊരു 2-3 ദിവസത്തിന് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാണ് കത്തിരിക്കായി എന്ന് പറയുന്ന സാധനം. വഴുതനങ്ങ എന്ന് പറയില്ല അതിന്, എന്താ സാധനം എന്നുണ്ടോ, അത്രയും വലിയ സാധനങ്ങളാണ്. അപ്പോൾ അതിങ്ങനെയാണ് മുറിച്ചിട്ട് ഇങ്ങനെയാണ് മുറിക്കുക. ഇങ്ങനെയാണ് മുറിച്ചിട്ട് ഇങ്ങനെയാണ് മുറിച്ചത്. ഇത് 2 സാമ്പാർ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഇത് പൊടലങ്ങ അല്ലേ, പൊടലങ്ങ. അതിൻ്റെ മേലത്തെ ഈ പച്ചത്തോലുണ്ട് കളഞ്ഞാൽ. അപ്പോൾ ഇതിൽ പരിപ്പ് സാമ്പാറാണ്, പരിപ്പ് ഇടും കേട്ടോ. പരിപ്പ് ഇതൊന്ന് വെന്തതിന് ശേഷം ഞാൻ ഇടുള്ളൂ. കാരണം ഇതിൻ്റെ പരിപ്പ് പെട്ടെന്ന് ഇളക്കണ പരിപ്പാണ്, ചുവന്ന കളർ പരിപ്പാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി കേട്ടോ. അറിയില്ല, ഇതൊന്ന് ഇങ്ങനെ കത്തുക ഇങ്ങനെ. അപ്പോൾ അത്രയുള്ള പരിപാടി. ഇത് നമുക്ക്
ഇതുപോലെ കഷ്ണം വെട്ടിയിട്ട് ഒന്ന് നടും മുറിച്ചു കേട്ടോ, അല്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റില്ല, വേഗം മടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഒരു സാമ്പാറിനുള്ള അയക്കണേ. ഇനി നമുക്ക് കത്തിരിക്ക വേറെ ഉണ്ട്, വേണ്ട ബ്ലൂ കത്തിരിക്ക, ബ്ലൂ കണ്ടില്ലേ, ബ്ലൂ കായ്, അതിൻ്റെ വേറെ ബ്ലൂ വേറെ ഉണ്ട്. ചിലപ്പോൾ ഇത് ഞാൻ 2 വരി വെക്കേണ്ടി വരുമോന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ചിലപ്പോൾ ആണ് കടാ. ഇത്രയും സാധനമായി. ഇനി ഇതിൻ്റെ മേലെ കാരറ്റ് ഉണ്ട്, മുള്ളങ്കി ഉണ്ട്, കാരറ്റ്. അപ്പോൾ ഇതൊക്കെ നല്ല വിറ്റാമിൻ കിട്ടണതാണ്. കോഴിയൊക്കെ നിറയുന്നുണ്ട്, തിന്നാൻ പറ്റില്ലേ, എത്ര ഈ കോഴിയൊക്കെ തിന്നും. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ചെറുതാക്കി ഇട്ടാൽ, അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്ര ഉള്ളൂ. അപ്പോൾ ഞാൻ സാധനം നന്നാക്കുമ്പോൾ ഇത്രയും വേസ്റ്റ് വന്നു. ഇനി എനിക്ക് കാര്യമായിട്ടുള്ളത് അവരക്ക, വെണ്ടക്ക, അത് ഞാനിപ്പോൾ എടുക്കില്ല. ചേമ്പുണ്ട് കേട്ടോ, ചേമ്പ്. അപ്പോൾ ഈ ചേമ്പും കൂടി നന്നാക്കിയതിന് ശേഷമാണ് നമ്മളെ പരിപാടി ഇവിടെ സ്റ്റാർട്ടാക്കാൻ പോകുന്നത്. എന്താ സ്റ്റാർട്ടാക്കുന്നത്, ഞാൻ ഇത് കഴുകി അടുപ്പിലാണ് വെക്കും. ഉള്ളി മുളകും എല്ലാം ഒറ്റയടിക്കിടുക. അപ്പോൾ ഇതാണ് നമ്മൾ ചേമ്പ് നന്നാക്കൽ. ഇങ്ങനെ വരണ്ടൽ എന്നല്ല, തോല് നല്ലോണം കട്ടിയിലുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു കട്ട് ചെയ്യാം, ഇങ്ങനെ. അപ്പോൾ ഇതാണ് ചേമ്പ്. പ്രിയമുള്ള സുഹൃത്തുക്കളോട് പറയുന്നു, സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, പരിപാടി കഴിയാനായി. കഴുകുക, വെക്കുക. തക്കാളി മെല്ലെ വിട്ടാൽ മതി, കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ ആദ്യം ഇടേണ്ടത് സാധനങ്ങളാണ് ചേമ്പൊക്കെ. ചേമ്പ് നാത്തം അല്ലെങ്കിൽ വേകൂല, ഇങ്ങനെ ഓരോ കട്ടിങ്. ചേമ്പ് 4 നന്നാക്കി ഉടനെ ഞാൻ ഇടും കേട്ടോ. അപ്പോൾ എല്ലാ ചാനലുകളുടെ സ്നേഹത്തോട് പറയുന്നു, സബ്സ്ക്രൈബ്, സപ്പോർട്ട്. ചേമ്പ് ഇത് കേരളത്തിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ നല്ല കട്ടിക്ക് മുറിച്ച് വേഗം നല്ല ചൂടാണ് കേട്ടോ, മഴയാണ് ഇന്നലെയൊക്കെ, ഭയങ്കരമായ മഴ. അപ്പോൾ ഇതാ സംഭവം. 2 കൂടി നിറച്ചാൽ നമ്മൾ വെക്കാൻ പോവാം, കഴുകാൻ പോവാം. കഴുകിയ ഉടനെ നമ്മൾ പാത്രത്തോടെ. അപ്പോൾ എല്ലാവരും സബൂറായിട്ട് കാണുക, കൂടിയ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, സബ്സ്ക്രൈബ്, ലൈക്ക്, ഹൈപ്പ് ഓരോരുത്തതൊക്കെ ചെയ്യുക. എല്ലാം ഇതാ സമയം 4 മണിയായി. ഉച്ചക്ക് വെക്കേണ്ട സാധനമായിരുന്നു, വെക്കാൻ നേരം പറ്റില്ല. അതുകൊണ്ടാണ് ഉച്ചക്ക് മദ്രസ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടി വന്നു. അതാണ് പ്രശ്നമായത്. അപ്പോൾ ഇതോടുകൂടി നമ്മളെ പരിപാടി ഇവിടെ അവസാനിച്ചിട്ടു. പിന്നെ ഇനി നമ്മൾ പരിപ്പും ഇതൊക്കെ ഇടലാണ്. അത് ഒറ്റയടിക്ക് തീർക്കണം എന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ഞാനെൻ്റെ പച്ചക്കറിയൊക്കെ കഴുകി പാത്രത്തിലാക്കിട്ടോ, കുക്കറിലാക്കി. അതിലേക്ക് ഇനിയിപ്പോൾ തക്കാളി, ഉള്ളി ഇടാണ്ട്. ഉള്ളി കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ ഇനി അതിലിടാനുള്ളത് വേറെ സാധനങ്ങളുണ്ട്. വെണ്ടക്കുണ്ട്, അവരക്കുണ്ട്. തക്കാളി ഇട്ടുമ്പോൾ ഫുള്ളായി. തക്കാളി 2 ഇടണം, ഫുള്ളായി പാത്രം കേട്ടോ. ഇനി ഈ സാധനം കൂടി ഇടാനുണ്ട്, പച്ചമുളക് കൂടി. പച്ചമുളക് ഒപ്പടാല്ലേ, പച്ചമുളക് കൂടുണ്ട്. പിന്നെ അവരക്ക ഉണ്ടാകും, കുറച്ചതിൻ്റെ ഉള്ളൂ. വെണ്ടക്ക, അവരക്ക എപ്പോഴും ഇത് അടുപ്പിൽ വെച്ചിട്ട് പിന്നെ അത്
അതിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ കഴിഞ്ഞാൽ പരിപ്പുണ്ട്, വെണ്ടക്ക ഈ പോലത്തെ സാധനങ്ങളുണ്ട്. അതിപ്പോൾ ഇടും. അങ്ങനെ അടുപ്പിൽ വെച്ചിട്ടോ. ഇനി ഈ സാധനങ്ങളൊന്ന് കഴുകട്ടെ കേട്ടോ. പൊട്ടിച്ചിട്ട് കഴുകണം, കഴുകിയിട്ട് പൊടിക്കാം. അവര, വെണ്ടക്ക, മുരിങ്ങ ഇതൊന്ന് കഴുകിയിട്ട് വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതിനെപ്പോലൊക്കെ ഒരുപാട് നീട്ടം ഞാൻ ഒഴിവാക്കുകയാണ്. ഞാൻ കുറച്ചെടുക്കുന്നു. ഒരു മരത്തുമെന്ന് അല്ല, ഒരു കോലുമെന്ന് ഇത്രയും ഒഴിവാക്കി ചെറിയ പീസ് എടുക്കുന്നുള്ളൂ. എന്താ പറയുക, കുറച്ച് വരാം. അതുപോലെ നമ്മൾ വെണ്ടക്ക, വലിയ വെണ്ടക്ക 2 തുണ്ടാക്കുക. പിന്നെ ഇതൊക്കെ ഞാൻ തൂമിക്കാനാവുമ്പോഴേ ഇടുള്ളൂ കേട്ടോ. ആദ്യത്തിൻ്റെ സമയത്ത് അധികം വേഗണ്ടാത്ത സാധനങ്ങളാണ്, അതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയാണ് പരിപാടി. അപ്പോൾ പ്രിയമുള്ള ചങ്കളെ, ഇതാണ് പരിപാടി കേട്ടോ. എല്ലാം മുറി കട്ടിങ് കഴിഞ്ഞു. ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ പ്രിയമുള്ള ചങ്കളെ, ഇത് ഇടണോ വേണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഒരു സാമ്പാർ കട്ടിങ്ങിന് ഇത്രയും ബെസ്റ്റ് ഉണ്ട്. അല്ലേ? ശകലം മഞ്ഞപ്പൊടിയും സാമ്പാർ പൊടിയും ഇടാൻ പോകുന്നു. കുറച്ച് സാമ്പാർ പൊടി അല്ല, മഞ്ഞപ്പൊടി. അത് വെന്തിട്ട് വേണം പൊടിയിടാൻ. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളവരെ സാമ്പാർ നല്ല സൗണ്ടിൽ തിളക്കുന്നുണ്ട്. കിച്ച് 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 കിച്ച്. ഏറെക്കുറെ സാമ്പാർ റെഡിയായി. ഇത്രയുള്ള സാമ്പാറിൻ്റെ പരിപാടി. ഇനി ഒരു താളിപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. താളിപ്പ് മാത്രമുള്ളതാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. കിളക്കിളക്കിളാണ് സൗണ്ട് കേൾക്കാൻ വേണ്ടിയില്ല. ഇതാണ് നമ്മളെ സാമ്പാർ. ഇനി താളിപ്പ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അതോടുകൂടി താളിപ്പിലേക്ക് ഞാൻ ഇത് ഇടും കേട്ടോ. എത്രയും പരിപ്പും ഈ സാധനങ്ങളും അതിലേക്ക് ഇടും. അത്രേ ഉള്ളൂ. അപ്പോഴത്തോളം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരോടും സ്നേഹം മാത്രം.